വിളിക്കാത്ത കല്യാണത്തിന് പോവൽ വ്ളോഗ്. രാവിലെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന എന്നെ കുത്തിപ്പൊക്കി എണീപ്പിച്ചുകൊണ്ട് ഈ പോകുന്ന ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനാണ്. ആ കല്യാണത്തിനാണെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ല ഗൈസ്. അന്നാണെങ്കിൽ ഒരു പണിയില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്. അവിടെ ചെന്ന് ഒന്നും നോക്കിയില്ല, ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്കിന്റെ സെക്ഷനിലേക്ക് തലയിട്ടു ഗൈസ്. 2-3 ഫ്ലേവറിലുണ്ട്, ഓരോന്നും മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് വിളിച്ചിട്ടില്ല ഗൈസ്. ഞാൻ വിളിച്ചിട്ടുണ്ട്. അതെ, ആരുടെ കല്യാണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെയിൻ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. നമ്മളവിടെ ചെന്നപ്പോഴേക്കും ചെറുക്കനും പെണ്ണൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2 പേരെ എൻട്രി കാണാൻ പറ്റി. അവിടെ വെച്ച് നമ്മൾ ആര് നോക്കി ചിരിച്ചാലും ടെൻഷൻ ആവും ഗൈസ്. കാരണം അവർക്ക് നമ്മളെ അറിയില്ല, നമുക്ക് അവരെ അറിയില്ല. ഗുരുവായൂർ കഴിഞ്ഞ് പിന്നെ ഈ ഫാൻ ഞാൻ കണ്ടേക്കണ ഇവിടെയാണ് ഗൈസ്. ഇതിന്റെ പ്രത്യേകത എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായി. എല്ലാത്തിന്റെ ഫോട്ടോ വീഡിയോ എടുക്കണോണ്ട് തന്നെ തോന്നുന്നു നമ്മളവിടെ കുറേ ചേട്ടന്മാർ ഫോട്ടോ എടുക്കാൻ ഏൽപ്പിച്ചു. നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ അവസ്ഥ. മോനെ നീ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ തീർന്ന്. ലൈവ് കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുത്തനും ഇവിടെ ബോഡി ഷോ തുടങ്ങി. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, 2 ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, അതിന്റെ ഷോ ആണ്. ഒരു കല്യാണം കഴിക്കാൻ ഏറ്റവും ബേസിക് വേണ്ട എന്താണ്? സാധാരണ നമുക്ക് തന്നെ വിഷമങ്ങളൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചാണ് തീർക്കുക. അവിടെ നമുക്ക് ചെയ്യാൻ കൂടുതൽ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ നടന്നു പോയി ഫുഡ് അടി. ഏത് വീട്ടിൽ നിന്ന്? പയ്യന്റെ ആരുമല്ല, അപ്പൊ പെണ്ണിന്റെ ആയിരിക്കും. എന്ത് സാധനം ഒന്നും അറിയില്ല, തിന്നേണ്ട്. അതെ അതെ. അവിടുത്തെ സദ്യയിൽ ഞാൻ കണ്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് ഗൈസ്, 2 ടൈപ്പുള്ള പപ്പടം. എന്റെ തൊട്ടപ്പുറത്ത് ഇലയിട്ട് ഇരിക്കാൻ ആളില്ലാതെ കറിയൊക്കെ വിളമ്പി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഭക്ഷണം കളയുന്നതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ലാത്തതുകൊണ്ട് അവിടെ നിന്നുള്ള പപ്പടം കൂടി ഞാൻ എടുത്തു ഗൈസ്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഫ്രണ്ടിലൊരു കുട്ടി കയ്യിലെടുത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണോ എന്തോ എന്തൊക്കെയോ കാണിക്കുന്നു. എല്ലാവരും വരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ബൈ.